ഇവിടെ തിരുവനന്തപുരത്ത് LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന ഒരു സമരമുണ്ട്. അതൊന്ന് കണ്ടുവന്ന് നടിക്കാൻ പോലും പറ്റാതിരിക്കാൻ എന്താണ് അവർ ലാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മന്ത്രിമാരോടും മുൻ മന്ത്രിമാരോടും ഞങ്ങളുടെ ചോദ്യം. ഡൽഹിയിലെ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിൽ നിങ്ങളുടെ വോയിസ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്തു. വി ആർ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് ഇറ്റ്. അതന്നെയാണ് നിങ്ങളെന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതും. പക്ഷേ അവിടെ നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തത് ഒരു പ്രതിപക്ഷമായതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ഭരണപക്ഷത്താണ്, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് എടുക്കാനുള്ള നിങ്ങൾക്ക് അധികാരങ്ങളുണ്ട്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം കയ്യിലുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല? ഇവിടെ ഞാൻ രണ്ട് വാർത്ത കാണിക്കാം. 1.25 ലക്ഷത്തിൽ ശമ്പളത്തിൽ ജോലി തുടങ്ങുന്ന ഏതെങ്കിലും സർക്കാർ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ജോലി ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫ് തസ്തികയാണ്. അത്രയേറെ ശമ്പളം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിൽ എന്ത് ജാഗ്രതയാണ് സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ കാട്ടിയത്. 58 മാർക്ക് അനേകം ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടത് ഒരു കയ്യബദ്ധം കാരണമല്ല, മറിച്ച് അവർക്ക് പ്രിയപ്പെട്ട ഒരു ഇടത് സംഘടനാ നേതാവിനെ ആ തസ്തികയിലേക്ക് അവരോധിക്കാനുള്ള ഗൂഢാലോചനയും അട്ടിമറിയുമായിരുന്നു എന്നുള്ളതാണ്. സ്കൂൾ അധ്യാപക നിയമനത്തിനായി നൽകിയ 35 ലക്ഷം രൂപ നിയമനം ലഭിക്കാതെ വന്നപ്പോൾ തിരികെ ചോദിച്ചതിന് സ്കൂൾ മാനേജറുടെ ഭർത്താവ് ജീപ്പ് പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന് പരാതി. സ്ഥിരമായി എയ്ഡഡ് അധ്യാപക നിയമനത്തിനായി അധ്യാപകരിൽ നിന്നും പണം കൈക്കലാക്കി നിയമനം നൽകാതെ തട്ടിപ്പ് നടത്തുന്നതായി ഇയാൾക്കെതിരെ നിരവധി പരാതികളുണ്ടെന്ന് മർദ്ദനമേറ്റ അധ്യാപകൻ മീഡിയ വണിനോട് പറഞ്ഞു. കാലങ്ങളായി നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു ക്രൈമാണ് ഈ പിൻവാതിൽ നിയമനം. എന്തുകൊണ്ടാണ് സിസ്റ്റത്തിൽ ഇത്രയും വലിയൊരു ഫ്ലോ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു നടപടി എടുക്കാത്തത്? ഇവിടുത്തെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിനോട് ഒരു 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ നേട്ടമുള്ള വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തുകയും സ്വന്തം സംവിധാനത്തിൽ ഒരു തകർച്ച വരുമ്പോൾ അവിടെ മൗനം പാലിക്കുകയും ചെയ്യുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയുടെ നന്മയ്ക്കല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം.